ടിവികെ അധ്യക്ഷനും തമിഴ് സൂപ്പർ താരവുമായ വിജയ് ജലീൽ സിബിഐക്ക് മുന്നിൽ ഹാജരായിരിക്കുകയാണ്. ചെന്നൈയിൽ നിന്ന് വിമാനമാർഗമാണ് വിജയ് ജലീലെത്തിയത്. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് മൊഴി നൽകുന്നതിനാണ് വിജയെ സിബിഐ സമൻസ് അയച്ച് വിളിപ്പിച്ചിരിക്കുന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ടുണ്ട്. അർജുൻ, വിജയ് നേരത്തെ ഹാജരായിരുന്നു, ഇപ്പോൾ അവിടെ ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ടുണ്ടോ? സിബിഐ നടപടി എങ്ങനെയാണ്? വിജയ് സിബിഐ ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ആ നടപടികൾ തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സാക്ഷി എന്ന നിലയിലാണ് വിജയെ മൊഴിയെടുക്കാൻ വേണ്ടി വിളിപ്പിച്ചത് എങ്കിൽ പോലും ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വിജയോട് നേരിട്ട് സിബിഐക്ക് ചോദിച്ച് അതിന്റെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ഈ കരൂരിലെ റാലിക്ക് ആർക്കാണ് അനുമതിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു അപേക്ഷ നൽകിയത്, ആരാണ് ആ അനുമതി നൽകിയത്, എന്തൊക്കെ മാനദണ്ഡങ്ങളായിരുന്നു, എന്തൊക്കെ മാനദണ്ഡങ്ങൾ പ്രകാരമായിരുന്നു ആ അനുമതി ലഭിച്ചത്, എന്തൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അതിൽ എന്തൊക്കെ തരത്തിലുള്ള പാളിച്ചകൾ പറ്റി. നേരത്തെ ഉച്ചയ്ക്ക് വരാമെന്നുള്ള കാര്യം നിശ്ചയിച്ച വിജയ് എന്തുകൊണ്ട് വൈകി 7 മണി കഴിഞ്ഞു ഈ കരൂരിൽ എത്താൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിജയോട് നേരിട്ട് ചോദിച്ചറിയാനുണ്ട്. അതിലൂടെ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ, അതായത് ഏതൊക്കെ തരത്തിലുള്ള സുരക്ഷാ പാളിച്ചകളാണ് കരൂരിൽ ഉണ്ടായത്, അത് പിന്നീട് വലിയ തരത്തിലുള്ള ആൾക്കൂട്ട ദുരന്തത്തിലേക്ക് വഴിവെച്ചത്, ഇക്കാര്യങ്ങളൊക്കെ വിജയിൽ നിന്ന് തന്നെ, വിജയന്റെ പെർസ്പെക്ടീവ് തന്നെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ സാക്ഷി എന്ന നിലയിൽ BNS 179 പ്രകാരമുള്ള സമൻസ് നൽകി വിളിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കരൂർ സംഭവത്തിൽ, ആ കരൂർ റാലിയെ സംബന്ധിച്ചുള്ള സുരക്ഷാ വിന്യാസത്തിന്റെ ഒരു ഔട്ട്ലൈൻ കൃത്യമായിട്ടും സിബിഐ എടുത്തിരുന്നു. അതിന് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഈ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന പോലീസുകാരെ, അതിൽ തന്നെ മുതിർന്ന പോലീസുകാരെയും ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തുകൊണ്ടും അവരുടെ മൊഴിയെടുത്തുമാണ് അതിനെ സംബന്ധിച്ചുള്ള പോലീസ് ബന്ദോബസ്തിന്റെ ഒരു ഔട്ട്ലൈൻ സിബിഐ എടുത്തത്. പിന്നീട് ടിവികെയുടെ തന്നെ ഭാരവാഹികളെ ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ എന്തായാലും സാക്ഷി എന്ന നിലയിൽ വിജയെ നേരിട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴും വിജയിൽ നിന്ന് തന്നെ നേരിട്ട് അറിയേണ്ട പല കാര്യങ്ങളും സിബിഐക്ക് ഉണ്ട്. അതെല്ലാം തന്നെ മനസ്സിലാക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇന്ന് വൈകിട്ട് വരെ സിബിഐ ആസ്ഥാനത്ത് വിജയ് തുടരും. അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കൽ അത് പുരോഗമിക്കും. ഒരു പക്ഷേ ഇന്ന് ഇവിടെ തുടരാനും പറയും. നാളെയും കൂടെ ഈ മൊഴിയെടുക്കൽ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് സിബിഐയിൽ നിന്നും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായി സിബിഐ ആസ്ഥാനത്തും വിജയ് താമസിക്കുന്ന ഹോട്ടലിലും ITC മൗര്യയിലും വലിയ തോതിലുള്ള സുരക്ഷാ വിന്യാസം ഉണ്ടാക്കിയിരിക്കുന്നു. പോലീസിന്റെ, ഡൽഹി പോലീസിന് പുറമെ CISFന്റെ അടക്കം സുരക്ഷാ വിന്യാസമാണ് നിലവിൽ എന്തായാലും ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിജയെ സംബന്ധിച്ച് എന്തായാലും ഇന്നും നാളെയും ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന നീക്കങ്ങൾ അത് വലിയ പരീക്ഷണങ്ങളും വലിയ പ്രാധാന്യം അർഹിക്കുന്നതുമാണെന്നുള്ള കാര്യം തന്നെ പറയാൻ സാധിക്കും. കാരണം വിജയുടെ ഒരു പൊളിറ്റിക്കൽ ജേണിയിൽ അദ്ദേഹത്തിന് വലിയ തോതിൽ ഒരു തിരിച്ചടിയായത് ഈ കരൂർ ദുരന്തമാണ്. അപ്പോൾ പോലും അദ്ദേഹത്തിന് എതിരെ തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള ജനവികാരം ഉയർന്നിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന്റെ ബുക്കിൽ വന്നിരിക്കുന്ന ബ്ലാക്ക് മാർക്കിനെ സംബന്ധിച്ച് അതിൽ അദ്ദേഹത്തെ നേരിട്ട് മൊഴിയെടുക്കാൻ വിളിപ്പിക്കുമ്പോൾ അതിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ രാഷ്ട്രീയം, മുന്നോട്ടുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ, അദ്ദേഹത്തിന്റെ വഴികൾ, അതെല്ലാം ഈ ഇന്നത്തെ ദിവസങ്ങളടക്കം അത് വലിയ രീതിയിൽ ചർച്ചയാകുമെന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ പറയാൻ സാധിക്കുന്നത്. എന്നാലും വിജയ് വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങളോടെ കടന്നുപോകുന്നു. അത് സിബിഐയുടെ മൊഴിയെടുക്കലും ജനനായകന്റെ റിലീസ് പ്രതിസന്ധിയും അടക്കമുള്ള കാര്യങ്ങൾ, അതെല്ലാം തന്നെ ഒരു തരത്തിൽ BJPക്ക് അദ്ദേഹത്തെ NDAക്കൊപ്പം, ഈ TVKയെ NDAക്കൊപ്പം കൂട്ടാൻ വേണ്ടിയുള്ള സമ്മർദ്ദ തന്ത്രമായിട്ടടക്കം എന്തായാലും ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതിനെതിരെ DMK അടക്കമുള്ള കക്ഷികൾ വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. വിജയെ സംബന്ധിച്ചിടത്തോളം ജനനായകന്റെ റിലീസുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകാത്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമുണ്ട്. ഈ കരൂർ ദുരന്തത്തിൽ നിലവിൽ വിജയെ സാക്ഷിയാക്കിയിരിക്കുകയാണ് സിബിഐ. എന്തായാലും മൊഴിയെടുപ്പ് നാളെയും തുടരും.